കാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുപാട് കേട്ട് അമ്പരന്ന ഞെട്ടിച്ച വാർത്തയാണത്. ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നു. നിരവധി ആളുകളുടെ അവയവങ്ങൾ ഇത്തരത്തിൽ ഇറാനിലടക്കം കൊണ്ടുപോയി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളാണ് പലപ്പോഴും ഇരകളായിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണവുമുണ്ട്. എന്താണ് അതിന്റെ ഏറ്റവും പുതിയ പുരോഗതി? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിയായ സബിത് നാസർ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഇതിനുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് സങ്കീർണമായൊരു കേസാണ്. നിരവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് അറിയാനുണ്ട് എന്നതടക്കം മാത്രവുമല്ല, കേന്ദ്ര ഏജൻസികളടക്കം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നു. NIA ഈ കേസിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന് മനുഷ്യക്കടത്തിന് സമാനമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര അവയവ റാക്കറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അത്ര ഒരു മാഫിയയുടെ കൈകൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും എല്ലാം എത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇയാൾക്കപ്പുറം മറ്റ് പ്രതികളുണ്ട്. ഇയാൾ അവരെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലൊരു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഹൈദരാബാദ് സ്വദേശിയെ അടക്കം കസ്റ്റഡിയിൽ എടുക്കേണ്ടതെല്ലാമുണ്ട്. വളരെ പെട്ടെന്ന് ഇവർ നാടുവിടാനുള്ള സാധ്യതകളെല്ലാമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളടക്കം ഈ വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാകും എന്ന രീതിയിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുന്നത് ഈ കേസിൽപ്പെട്ട 20ഓളം പേര് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവരിന്ന് അവയവങ്ങൾ വിലയ്ക്ക് തന്നെ ഇവർക്ക് മറ്റ് വിദേശികൾക്ക് വിറ്റിരിക്കുന്നു. അപ്പോൾ ഈ അവയവ ദാതാക്കളെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. കേരളത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, പാലക്കാട് സ്വദേശി. അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് കുറേ നാളുകളായി അദ്ദേഹം വീട്ടിലില്ല എന്ന വിവരമാണ് ലഭിച്ചിരുന്നത്. വീട്ടുകാർക്ക് പോലും അറിയില്ല ഇയാൾ എവിടേക്ക് പോയേ എന്നത് വീട്ടുകാർക്ക് അറിയില്ല എന്ന് പറയുന്നു. ഇത് തന്നെയും ദുരൂഹതയാകും വർദ്ധിപ്പിക്കുകയാണ്. മറ്റു പലരെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കുന്നില്ല. അവർ എങ്ങോട്ട് പോയെന്നോ എന്താണ് ഇപ്പോൾ അവർ ചെയ്യുന്നതെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചനകളുമില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്തിക്കൊണ്ട് നിലവിൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ്, ഇയാൾ പറഞ്ഞതുപോലെ തന്നെയാണോ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഇയാൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പ്രതി സബിത് നാസറിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്ക് ലഭിച്ച 60 ലക്ഷം രൂപയാണ് ഒരാൾക്ക് അവർ നൽകിയിരുന്നത്. ഇതിൽ വളരെ കുറച്ച് തുകയാണ് ഇരകൾക്ക് നൽകിയിരുന്നതെന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ മറ്റു പണം, അതിൻ്റെ ഒരു ക്രയവിക്രയങ്ങൾ എന്തായിരുന്നു, അത് ആർക്കൊക്കെ നൽകിയിരിക്കുന്നു, ഏതൊക്കെ എല്ലാം അക്കൗണ്ടുകളിൽ അത് വീതിക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രവുമല്ല, ഇറാനിൽ വെച്ചാണ് ഈ ശസ്ത്രക്രിയ, ഇറാനിലെ ഫരീദി ഖാൻ എന്ന ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടന്നു എന്ന് പറയുന്നു. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരുന്നു, ഏത് രീതിയിൽ പണമെത്തി, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അവർ പ്രാഥമിക അന്വേഷണം നടത്തിക്കഴിഞ്ഞു. അത് ഇപ്പോൾ ഇനി ഔദ്യോഗികമായുള്ള ഒരു അന്വേഷണം ഏറ്റെടുക്കൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിവരങ്ങൾ ലോക്കൽ പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്നില്ല. അവർക്ക് ആ രീതിയിലുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉന്നത തലത്തിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു. 10 അംഗ അന്വേഷണ സംഘത്തെ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ വൈഭവ് സക്സേനയുടെ IPS-ൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ അവർ മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഇനി ഇയാളെ സബിത് നാസറിനെ ചോദ്യം ചെയ്യുക എന്ന പ്രക്രിയയാണ്. അതിലെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസം അങ്കമാലി കോടതി ആ അപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. ശരി, ഡാനി പോളാണ് വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്.